السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا راحة للعاشقين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് എല്ലാ മുഅ്മിനിന്റെയും കടപ്പാടാണ്. അതിലേക്കുള്ള വഴി അസ്സലാത്തു അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുക എന്നുള്ളതാണ്. അതല്ലേ അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കണം. അതല്ലേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഞാനും എൻ്റെ മലക്കുകളും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അതുകൊണ്ടും നിങ്ങളും സ്വലാത്തുകൾ ചൊല്ലണേ. അതല്ലേ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത് ഒരു സാധാരണ ഒരു മനുഷ്യന് മരണപ്പെടുമ്പോൾ അതാ അവിടെ ആ നാട്ടുകാർ മുഴുവനും തിരക്ക് കൂട്ടുകയാണ്. ആ മയ്യത്തിനെ സന്ദർശിക്കാൻ വേണ്ടി മുഴുവനും ആൾക്കാർ അവിടുന്ന് തിരക്ക് കൂട്ടുകയാണ്. അതേ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ആ മയ്യത്തിനെ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അതേ വഴിയിലൂടെ ഒരു മനുഷ്യൻ ആ മയ്യത്തിനെ കുറിച്ച് പരദൂഷണം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അവിടുന്ന് ചോദിക്കുന്നു, എന്തിനടാ മയ്യത്തിനെ കുറിച്ച് പരദൂഷണം പറയുന്നത് എന്തിനടാ എന്നവിടുന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവിടുന്ന് ആ മനുഷ്യൻ അവിടുന്ന് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, നമ്മെ പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവന്റെ മേല് നന്മ ചെയ്യാത്തവനാണ്. അതുകൊണ്ട് ആ മയ്യത്തിന് മുഅ്മിനീങ്ങളെ മറമാടുന്ന സ്ഥലത്ത് മറമാടിക്കൂടാ. മൃഗങ്ങളേതു രൂപത്തിലാണോ, മൃഗങ്ങളേതു കോലത്തിലാണോ മറമാടേണ്ടത്, അതേ രൂപത്തിൽ തന്നെ മറമാടനെ മൂസാ എന്നവിടുന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അതാ അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അവിടുന്ന് മറമാടുകയാണ്. എന്നിട്ട് നേരം തന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആകാശലോകത്തിൽ നിന്ന് ഒരു മറക്ക് എനിക്ക് വരുകയാണ്. ആരാണെന്നറിയോ? മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നു, ഓ മൂസാ, എന്ത് പ്രവർത്തനമാ ചെയ്തത് മൂസാ, എന്ത് കാര്യമാ ചെയ്തത് മൂസാ? ആ മയ്യത്തിനിക്ക് അല്ലാഹു തആല അവന്റെ സുഖലോക സ്വർഗ്ഗത്തില് വലിയ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുണ്ട് മൂസാ എന്ന ഈ വിഷയമൊന്ന് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തളരുകയാണ്. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീലേ, ആ മനുഷ്യൻ എന്ത് അമലാ ചെയ്ത ജിബ്രീല് എന്നവിടുന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, അതേ നിങ്ങൾക്ക് തന്നെ തൗറാത്ത് എന്ന ഗ്രന്ഥമില്ലേ, ആ തൗറാത്ത് എന്ന ഗ്രന്ഥത്തില് ലോകത്തിന്റെ നേതാവ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര്
പരാമർശിക്കുമ്പോൾ അവിടുന്ന് ചുംബിക്കുന്നു. അവിടത്തേക്ക് സ്വലാത്തുകൾ ചൊല്ലുന്നവനാണ്. അതൊരു കാരണത്തിനാൽ അല്ലാഹു തആല അവന്റെ സുഖലോക സ്വർഗ്ഗത്തില് വലിയൊരു കൊട്ടാരം നിർമ്മിച്ചിട്ടുണ്ട് മൂസ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, നാം എല്ലാവരും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനാവിൽ വരാറുണ്ട് ലോകത്തിന്റെ നേതാവ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മനാവിൽ വരാറുണ്ട്. അതിനേക്കാൾ വലിയൊരു മഹാഭാഗ്യമുണ്ടോ? അതിനേക്കാൾ വലിയൊരു തൗഫീഖുണ്ടോ? ഞങ്ങളെല്ലാവരും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് അവസാനം വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം തുടരുന്നു.